യൂസ് ചെയ്യാം. അത് പീടിയല്ലത് അതത് അള്ളാന്റെ മുത്ത് മൂഞ്ചി 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 പീടിയാണ്. സാറേ ഇത് ഞാനല്ല. ഇരിക്ക്. എടാ ഇത് സാധനം ഫുള്ള് മൂഞ്ചിടാ. ഇവിടെ വെച്ച് പോവാ. അത് നാറിങ്ങളുടെ എവിടെടാ? നിങ്ങളുടെ ഇതെന്താത്? അല്ലോ എത്ര വീടിനോടെ ബ്ലാക്ക് എവിടെ? ബ്ലാക്ക് എവിടെ? എടാ ബ്ലാക്ക് എവിടെ? അയ്യോ വീട് ഡി ബി അടിച്ചടാ. ബ്ലാക്കിനെ കൊന്നാ പോലീസ്? എടാ അവന്മാർക്ക് ആളൊന്നും ആവശ്യല്ലേ? അയ്യോ ഇതെന്താ? എടാ ബ്ലാക്കിനെ കൊന്നാ? ഉള്ളിക്കനെ നോക്കട്ടെ. പൈസ വിലയുള്ള സാധനമാണിത്. എടാ ചൂടടാ. വളരെ എടാ ബിബിനെ പിടിച്ച് എന്നെ പിടിച്ച് എടാ നിന്നൊന്നും എടുക്കാൻ പറ്റും? നീ എവിടെ? 4002 വണ്ടി ഇവിടെ എത്തി. വണ്ടിയല്ല വണ്ടിയെല്ലാം ഔട്ടാണ്. പീടി ഞാൻ രക്ഷപ്പെട്ട് ബിബിനെ പിടിച്ച് ബിബിനെ നമുക്ക് ഇറക്കാം, കുഴപ്പമില്ല. 4002 കണ്ണെടുക്ക്. ഒരു മിനിറ്റ് ഞാൻ വണ്ടി എടുക്കട്ടെ. വേഗം വാ. ബിബിനെ കൊണ്ട് പോകാൻ വെക്കല്ലേ, ഇത് പൊക്കാൻ കണ്ടില്ല. ഓക്കെ ബിബിനെ പൊക്കിയാ? ബിബിനെ പൊക്കി 4002. നാല് പേര് പറയോ? ബിബിനെ ചത്താനും പേര് പറയില്ല. അല്ല പേര് പറയണല്ല, മൊത്തത്തിൽ ഇന്നലെ മുഴുവൻ പീടിയിലായിരുന്നു നാറി.
ഇനിയിപ്പോ ഇന്നും പീടിയിൽ തന്നെ. അയ്യോ ഓക്കെ ഓക്കെ വാ വാ. എന്നാ ഒരു മിനിറ്റ് കട്ടാക്കല്ല ഞാൻ വണ്ടി ഒന്ന് എടുത്തിട്ട് ഈ അതൊന്ന് പറയാം. കട്ടാക്കണം വേഗം വാട്ടെ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അല്ല ഇതിലേക്ക് പോകാൻ ഇറക്കാറുണ്ട്. ലൊക്കേഷൻ ഏതാ? 4002. 4002. ഞാൻ വരാം 4002 കേട്ടോ. ഇതിലിപ്പോൾ എന്താ എഴുതി കാട്ടി? നോട്ട് ഗ്യാരേജ്. ഓക്കെ, ഇതെടുക്കാൻ പറ്റൂല. ടെയിൽ ഗേറ്റ് നോക്കാം. നോട്ട് ഗ്യാരേജ്, ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. കോമറ്റ് നോക്കാം. മോനെ ഫോൺ കൊടുത്താ ജ കഴിഞ്ഞിട്ട് മൈജിക്കൊന്ന് പോകാം കേട്ടോ. കൂടി നോക്കണേ. അത് കഴിഞ്ഞിട്ടൊന്ന് മൈജിയിലൊന്ന് പോകണം. ഹലോ, അത് മറ്റേ രണ്ട് നോക്കാം. സെറ്റാക്കി വെക്കണം. എത്ര ഇത് പറഞ്ഞ എത്ര? ഇവരെത്ര പറഞ്ഞത്ര? ഒരു ഹായ് തരൂ പൈഡി. ലൈവിൽ വന്നിന് ഉറങ്ങുന്നോടാ. എടാ മുത്ത ഉറങ്ങല്ലടാ. ബിഗ് ഫാൻ ബ്രോ. നല്ല പനിയാണ്. പനി പറഞ്ഞാൽ മഞ്ഞപ്പിത്ത് ഊക്കൂടിയത്. എത്ര ഇതെത്ര പറഞ്ഞത് ലൊക്കേഷന്? 4004. എത്ര പറഞ്ഞത്? പോസ്റ്റ് ആണ് 4002. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു? 4002. ആ ഇത് ഇവിടെ അടുത്ത് തന്നെയാണല്ലോടാ. ഞാൻ ഓടി ഓട്ടത്തിനേ ഇത് ഇത്രയൊന്നും പോരാ. പോരല്ലേ? നീ ഓടി ഓട്ടത്തിന് ഇത്രയൊന്നും പോരടാ. ഞാൻ നല്ല ഓട്ടം ഓടി 4002. ഞാനാ വണ്ടി കറങ്ങിയടാ 2 റൗണ്ട് വണ്ടി കറങ്ങിയിട്ടാ ഞാൻ ഓടിയത്. ഞാൻ ഓടിയിട്ടില്ല, ഞാൻ അതിന്റെ സൈഡിൽ തന്നെ കുറച്ചപ്പുറത്ത് തന്നെ കാട്ടി കയറി. ഇറക്കണം ബിബിനടുത്ത് മുഷിയുണ്ടാവും. ഞാൻ പറഞ്ഞു നല്ല ഓടിയില്ലല്ലോ മാറി. ഞാൻ നല്ല ദൂരത്തേക്ക് ഓടി. കൈ പൊക്കി അവന്റെ അടുത്തൊന്നുമില്ലല്ലോ. അല്ല അവന് ആ സാധനമൊക്കെ പിടിച്ചിട്ടല്ലേ ഇരിക്കണേ. നല്ല ഓട്ടം ഓടി ഞാൻ. എന്റെ റാബിറ്റ് ഓട്ടം കാണാൻ കഴിഞ്ഞില്ലല്ലോ. അതിന്റെ റെക്കോർഡ് ഉണ്ട് എന്റെ അടുത്ത്. അതിന്റെ റെക്കോർഡില്ല. നല്ല രസമായിരുന്നടാ. ഒരു ബുഷിന്റെ അവിടെ ഉണ്ട്, ഞാൻ പറയാം. പതുക്കി നിർത്ത്. ഓടിക്കറ ഇറങ്ങി വാ വാ. നീ എവിടെ? ഇറങ്ങ നീ. നീ എവിടെ? ഞാൻ ബുഷിനകത്തുണ്ട്. കേറി ഇറങ്ങ നീ. വണ്ടി കേറുന്ന ആറി. ആന്നാ മഞ്ഞു വെയിറ്റ്. ഇതെന്താ വണ്ടി വിൽക്കാൻ പേര് ചേച്ചിയെ പറ്റൂല. അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും ഇറങ്ങിക്കോ, വേറെ വഴിയില്ല. ഇറങ്ങിക്കോ, വണ്ടി നീങ്ങൂല.
സാറേ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആ ഡോർ ചെയ്യാൻ തുറക്കണം. പറ്റും പറ്റും. ഇല്ലുള്ള ആരാന്ന് തോന്നല്ലേ? ഉം. എന്താ സാറേ ഇങ്ങനെയൊക്കെ? ഒന്നും ചെയ്യാനില്ല. എടാ ഒരാളെ കയറ്റി അടിക്കണ്ടല്ലോ, ഞാൻ ഇയാളെ കയറ്റി. ഞാൻ പേഴ്സണൽ വണ്ടി എടുത്തു തരാം. ആ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. സാറേ 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 വീട്ടേക്ക് സാർ ഒറ്റ സാർ ഒന്ന് അപ്പുറത്ത് കൊണ്ടുപോകും ഇല്ല ഇല്ല ഇല്ല. സാർ പ്ലീസ് സാർ ബ്രൈബ് ചെയ്ത കേസ് കൂടുവേ. സാർ ഇതെന്താണത്? ഈ ചതിയനാടാ നീ? എന്ത് അവസ്ഥടാ നീ? എടാ വണ്ടി എടുത്തു തന്നു. സാറേ സാറും ഞാൻ എഴുതി ഒപ്പിടിച്ചത് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന്. ഞങ്ങളിപ്പോ നല്ല കൂട്ടാണ്. നല്ല ഫ്രണ്ട്സ് ആണ് സാർ. ഏറ്റവും പൊന്നു സാറേ ചതിച്ചതാ സാറേ. ഇവനെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചതിക്കുന്നത്? അയ്യോ ഞങ്ങ മാത്രം കോടതി വരെ അലമ്പാവൂലേ? എടാ എടാ നാറി ബിബിനെവിടെ? എടാ മുത്തേ. എടാ ഇതെന്താ? ഇവരെങ്ങനെ കണ്ടുപിടിച്ചില്ല നമുക്ക് മനസ്സിലാവും. എടാ അവർക്ക് അറിയാൻ കഴിയണം. പക്ഷെ അതല്ല ഞമ്മളല്ല നീ ബുക്ക് ചെയ്യുന്നത്. നീ ബുക്ക് ചെയ്തിട്ട് എടാ ഒരു ക്യാബ് അവിടെ കിടന്ന് കറങ്ങണ്ടായി. ഒരു വണ്ടി അവിടെ ആരോ ഒരാള് ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നതാ. ആര്? ആരെന്നും പറയാൻ നിങ്ങളുടെ സർവീസിൽ നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷെ സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ എന്തായാലും ബുക്ക് ചെയ്തിട്ടില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യല്ല, വണ്ടിയുടെ അടുത്ത് നിങ്ങളെ മൂന്നുപേരൊക്കെ. അത് ഞാൻ അതിലെ പോയപ്പോ കയറി നോക്കിയതല്ലേ. ഇവരെനിക്ക് എന്തോ ഒരു സാധനം തന്നു. ഞാൻ പറ്റിയ വണ്ടിയാണോ നെറ്റ് വണ്ടി? ഇവന്റെ വണ്ടിയാന്ന് ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ. പറഞ്ഞിട്ട് കാര്യമില്ല. ആ എന്റേതായിട്ടൊന്നുമില്ല. ഇതെന്തൊരു കഷ്ടാന്ന്. സാറേ നിങ്ങൾ ഈ നിരപരാധികളെ കൊണ്ടുപോലും സാറേ. വല്ലാത്തൊരു അപരാധമുള്ളത്. ഇതാണ് ശരിയായ ചങ്ങായി. മനസ്സിലായി. ഒരിക്കലും കൂട്ടുകാരെ പിന്നിലാക്കാൻ പാടില്ല. ഒരുമിച്ച് പോണം. എടാ ഞാൻ നിന്നെ ഇറക്കാൻ വേണ്ടി വരാൻ നിക്കല്ലേനാ. നീ എന്താണെന്ന് അറിയും ഇങ്ങനൊക്കെ പറയുന്നത്. പ്ലാൻ എങ്ങനെയുണ്ട്? സാറ് പേരെന്താ സാറേ? എന്റെ പേര് മണി. പക്ഷെ മറ്റത് ഹന്നാമേടാണോ? ആ അപ്പൊ പിന്നെ കുഴപ്പമില്ല സാറേ. ഞാൻ എത്ര കാലം കിടക്കാറുണ്ട്. ജയിലല്ല, സെൻട്രൽ ജയിലില്ല സാറേ. ഇവിടെ അല്ല കിടക്കുന്നത്. അല്ല എനിക്ക് ഇവിടെ കിടന്നാ മതി. ഇല്ല ഇവിടെ ജയിലില്ല, ഇവിടെ സെല്ലേ ഉള്ളൂ. ആണോ? സെല്ല് മതി സാറേ. സാറേ മൂന്നുപേരും ഒരുമിച്ചു. കൊറേ കാലം പിടിക്കുവോ സാറേ? സാറേ സെല്ല് മതി സാറേ. 20 മാസം. 20 മാസം ഞാൻ ആദ്യമായിട്ടാണ്. ഒരു എക്സ്പീരിയൻസ് സാറേ. എനിക്ക് സാറേ ഇത് കേസാക്കി കഴിഞ്ഞാൽ ഞാൻ ക്ലബിലൊക്കെ കയറാൻ പോകുന്നതാണ്. ഇപ്പൊ വിളിച്ചിട്ട് പോയതാണ്. എനിക്കതിന് ജയിലില്ലേ പണിയെടുക്കാൻ പറ്റും. പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം കിട്ടും. പണിയെടുക്കാൻ ടീമാണ് ഈ 6 മാസത്തിൽ പണിയുള്ളൂ സാറേ. ഞാനിതിലൊരു പണിയെടുക്കാത്തൊരു മനുഷ്യനാണ്. ഞാൻ മര്യാദക്ക് മറ്റേ പമ്പൊക്കെ ഓപ്ഷൻ വിളിച്ചിട്ട് മര്യാദക്ക് ജീവിക്കാന്ന് വിചാരിച്ച വ്യക്തിയാണ്. ഇതെന്നെ പെടുത്തിയാണ് സാറേ. നല്ല പണിയായിപ്പോയി. ഇത് എന്ത് സാറേ? ഞാനൊരു കാര്യം പറ്റും സാറേ. എന്നെ വിട്ടാ സാറിന് ആ ഓടരുത് തന്നെ കൈയിട്ടിച്ച് അങ്ങനെ ഉണ്ടാക്കിട്ട് എന്റെ കയ്യിലൊക്കെ തന്നിട്ടുണ്ട്. എല്ലാം എന്റെ കണ്ടാ അതെന്താ എനിക്ക് നടക്കാൻ പറ്റാത്ത എന്താന്ന്? എടാ ഇതെങ്ങനെയാടാ? അതെന്താ ഇൻവെർട്ടർ ഒന്ന് തുറക്കാൻ കഴിയുന്നില്ലടാ. എന്നാലും ആ വണ്ടിയിൽ ഞാൻ കുറച്ച് സാധനം വെച്ചു. എന്തൊരവസ്ഥയാന്ന് നോക്കടാ. അയ്യോ ഇതെല്ലാം പോച്ച്. ബ്ലാക്ക് മണി ഉണ്ടോ മറ്റേ നാറിൻ്റെ? സാറേ ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ. അങ്ങോട്ട് കൊണ്ടുപോയില്ല ഒറ്റ മിനിറ്റ് സാറേ. എനിക്ക് അവൻ കേൾക്കാത്തൊരു കാര്യം പറയണം സാർ. ഒന്ന് ബാക്കിലോട്ട് സാറേ പ്ലീസ് സാറേ. എനിക്കൊരു കാര്യം പറയണ്ട സാറേ സാറിനോട്. അതെന്താന്ന്? ആണോ സാറേ? എനിക്ക് സാറിനോട് പേഴ്സണൽ സംസാരിക്കണം സാറേ. എനിക്കൊന്നിനും കഴിയുന്നില്ല സാറേ. പ്ലീസ് സാറേ. ഇതെന്താന്ന് സാറേ? എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഈ നാളുകളൊക്കെ നടക്കുന്നതാണ് സാറേ. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല സാറേ. എനിക്ക് നടക്കണം. ഒരാളെവിടെ? എനിക്കറിയില്ല സാറേ. എന്നെ ഒന്ന് നടക്കാൻ സമ്മതിക്കും സാറേ പ്ലീസ്. പണി കൊടുക്കൂട്ടാ. പണി കിട്ടുവാൻ
എന്റെ പൊന്ന് സാറേ എനിക്കൊന്ന് നടക്കണം. ഇതെന്താന്ന് ഇതെവിടുന്ന വരുന്നേ? സാറേ എന്നെ നടക്കാമോ സമ്മതിക്ക് സാറേ? സാറേ ഞാൻ ജനമൈത്രി പോലീസ് സ്റ്റേഷനാന്ന് വിചാരിച്ചിട്ടാണ് സാറേ ഇതിന്. എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലാന്ന് സാറേ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. പ്ലീസ് നിങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്കൊന്ന് അനങ്ങണം സാറേ. ഇതെന്താണിത്? സമയമുണ്ട്. താങ്ക് യു. അവനെ പിടിച്ചു ഒന്നുകൂടി. ഇതെന്താന്ന് ഊരിന്? അനങ്ങാൻ പറ്റുന്ന രീതി താങ്ക് യു. പക്ഷെ മാഡം പോരും. ഞാൻ MDT എന്നാ മേഡാണോ? ഹന്ന മേഡല്ല, ഒരു മേഡം. സോറി, ഞാൻ എനിക്ക് പേര് മാറിയാന്നേ. ഹന്ന മേഡല്ല. അല്ല അന്ന സേവർ അല്ല. ഞാൻ ഇന്നലെ സംസാരിച്ചൊരു മേഡം ഉണ്ടായിരുന്നു. ഹന്ന മേഡം അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? പിന്നെ മേഡം ഒന്നും വരുമോ? മേഡം എനിക്ക് ഏതെങ്കിലും ഒരു PD ഓഫീസറോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട്. പ്ലീസ്. എനിക്ക് നാളുകൾ അറിയ പോലില്ല. എനിക്ക് ഉമ്മാരെ അറിയ പോലില്ല. ഞാൻ ഡെവിൻ മാരാറ്. വെയിറ്റ് ആക്ക്, എനിക്കറിയൂല എന്നെ. സാറേ ഒരൊറ്റ മിനിറ്റ് സാറേ. എന്റെ കയ്യിൽ 8 മെത്ത് ഉണ്ടെന്ന് ഇവൻ എങ്ങനെ അറിയാം? കണ്ടോ, അവനാ തന്നത്. താങ്ക് യു സാറേ. സാറിന് മോശമാണല്ലേ? കുറച്ചപ്പുറത്തോട്ട്. ഞാൻ പറയുന്ന അവര് കേൾക്കൂലല്ലോ. പിന്നെ മാഡം കുറച്ചപ്പുറത്തോട്ട്. ഓക്കെ. മാഡം എന്തെന്തത്? സാറുള്ളത് ഞാൻ പുറത്തു പോയില്ല. ഞാൻ കയറട്ടെ? ഇല്ലല്ല, ഉള്ളത് ലോക്കാണ്. കണ്ടോ സാറേ, ഞാനൊന്നും ഈ കയറാൻ അർഹതയില്ലാത്ത ആളാന്നാ പറയണേ. ഓക്കെ മാഡം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഓക്കെ താങ്ക് യു സാറേ. എൻ്റെ കയ്യിൽ കറക്റ്റ് അവന് 8 മെത്തും അവൻ തന്നെ പറഞ്ഞു. ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. അതിൽ പോയപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. ഞാനത് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ അവന് മെത്തും ബ്ലാക്കും എൻ്റെ കയ്യിൽ തന്നു. ഞാനത് വാങ്ങി. അതെ സാറേ സത്യമായിട്ട് ഇവന്മാർ ഓടിയത്. ഈ സാധനം ചെയ്യുന്ന ഇല്ലീഗൽ അല്ലേ? ഞാനവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ശരിക്കും. അപ്പൊ അതുകൊണ്ട് ഓടിയതാണ്. മേഡത്തിന് സുഖാന്ന് വിചാരിക്കുന്നത്. എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് വെറുതെ വിടണം. ഞാൻ അതിൽ നിരപരാധിയാണ്. എല്ലാ വള്ളിയും കൂടി ഇവന്മാർ പെടുത്താണ് സാറേ. എൻ്റെ കയ്യിലുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം. ഈ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞ സാധനം രണ്ടെണ്ണുണ്ട്. അതെന്തിനാ എനിക്കറിയില്ല. ഒരു അലൂമിനിയം ഉണ്ട്, ബ്ലാക്ക് കുറച്ചുണ്ട്, വൈറ്റ് ഒരു 137 കോടിയോ 13 കോടി എന്തോണ്ട്. പിന്നെ ബാങ്കിൽ ഒരു 400 കോടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിലെന്താ നിങ്ങൾ ആ ലൊക്കേഷനിൽ നമ്മുടെ ഒരു കോള് വന്നിട്ടാണ് അങ്ങോട്ട് വന്നത്. മനസ്സിലായി. പക്ഷെ മാഡം ഞാനിത് എനക്കെന്താ വെച്ചാൽ ഞാനൊരു ക്ലബിൽ കയറാൻ നിൽക്കുവാണ്. സെർച്ച് ചെയ്തു. ഞാൻ ക്ലബിൽ കയറാൻ നിൽക്കാന്ന്. എനിക്ക് കേസ് പറ്റൂല മാഡം, പ്ലീസ്. ഇന്നലെ രാവിലെ മുതൽ എനിക്ക് പീടിന്ന് ഇറങ്ങി പോകാൻ സമയം കിട്ടുന്നില്ല. എന്താന്ന് എനിക്ക് അറിയുന്നില്ല. അത് അവൻ തന്നാന്ന്. അതും അവൻ തന്നാന്ന്. വേറെ ഒന്നും എന്റെ കയ്യിലില്ല. ഞാനൊന്നും ചെയ്തിട്ട് പോലും ഇല്ലേ. അയ്യോ സോറി. ഗ്യാസ് മാസ്ക് ഇല്ലീഗൽ അല്ലേ? അല്ലല്ലോ. ആണോ? അതെ. മേഡം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഇല്ലീഗലായി പോവും മൊത്തത്തില്. എനിക്കിത് നിങ്ങൾ എങ്ങനെ ഡേവിഡ് സാർ എങ്ങനെ കേസിലോട്ട് ഇല്ലാന്ന് ഇൻവോൾവ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞാലും ഇതേ സാറേ 2 സാധനമാണ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. പിന്നെ ബ്ലാക്ക്. ഇതൊന്നും എൻ്റെതല്ല. ഇതൊക്കെ എൻ്റെ കയ്യിലോട്ട് അവൻ ഇട്ടതാണ്. സാറ് വരുന്നതിന് കുറച്ച് മുന്നായിട്ട് അത് പിടിച്ചോന്ന് പറഞ്ഞിട്ട് തന്നാന്ന്. ഇല്ല കുഴപ്പമില്ല. വേറൊരു മാഡം കൂടി ഉണ്ടായല്ലോ ഇവിടെ. ക്ലോയ് മാം അല്ലല്ലോ. ഞാൻ പേര് പറഞ്ഞേരെ.
ഇക്രു എന്ന് പറഞ്ഞിട്ട് ഒരാളെ വൈഫോ ഗേൾ ഫ്രണ്ടോ എന്തോന്നാണ്. കണ്ടോ നിങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല ഇതെന്താ ഇതൊക്കെ എന്തിനാന്ന് എൻ്റെ കയ്യിൽ. സാറേ മാഡം ഒരാൾ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. എൻ്റെ കയ്യിൽ മെത്ത് 8 ഉണ്ട് എന്നുള്ളത് കറക്റ്റ് അവൻ പറഞ്ഞു തന്ന്. ഞാൻ കുക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അവൻ അറിയാൻ കഴിയൂല. അവൻ്റെ കയ്യിൽ അതിപ്പോ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങള് friends- മാഡത്തിന് തെളിവല്ല, അതൊക്കെ പ്രൂഫല്ലേ. അവൻ്റെ വായിൽ നിന്ന് അത് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രൂഫല്ലേ. അവന് ഞാൻ കൊടുത്തതാണ് നിങ്ങൾ മാഡത്തിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു. അത് ഓക്കെ സാറിന്റെ മെത്തേഡ് അല്ലാതെ ഗ്യാസ് മാസ്ക് മാഡം ഞാൻ പറയട്ടെ, നമുക്ക് ഒരു കാരണവശാലും സാറിന് ഇപ്പൊ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂല. കാരണം ലൊക്കേഷനിൽ നിന്ന് സെയിം ലൊക്കേഷൻ. രണ്ടാമത്തെ കാരണം അയാൾ സാറിനെ പിടിക്കുന്നത് എസ്കേപ്പ് ചെയ്യാൻ അയാളെ പുറത്തുനിന്നാണല്ലോ. സഹായിച്ചു. മാഡം ഞാൻ ഒരു കോൾ അറ്റൻഡ് ചെയ്തോട്ടെ, ഒറ്റ മിനിറ്റ്. ഹലോ മാഡം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ മാഡം, നിലവിലിപ്പം മാഡത്തിന്റെ ഫ്രണ്ട് പൊസഷൻ ഓഫ് ഇല്ലീഗൽ സബ്സ്റ്റൻസ്. ഇതൊക്കെ എടാ ഇത്രയും സാധനങ്ങൾ എനിക്ക് അവിടെ വെക്കാൻ കഴിഞ്ഞിട്ടാ. ഇതും വണ്ടിയിലുണ്ടടാ കുറച്ച്. അത് തന്നെയല്ലേ പൊസഷൻ ഓഫ് ഇല്ലീഗൽ സബ്സ്റ്റൻസ്. വ്യത്യാസമുണ്ടോ? മാഡം പ്ലീസ് മാഡം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പിന്നെ അത് ഇവിടെ നമ്മൾ അധികം ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. സോ എന്തെങ്കിലും 25% ആഡ് ചെയ്ത് കൊടുത്തോ. ഡെവിൻ സാറിന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രോസസ് ചെയ്തിട്ടില്ല. പൊസഷൻ ഓഫ് ഇല്ലീഗൽ സബ്സ്റ്റൻസ്. ഇതൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് മാഡം. ബർഗർ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അല്ലേ, എനിക്ക് കൂടെ തരുമോ? താങ്ക് യു മാഡം. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഞാൻ മാഡത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഇന്നലെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്തതിന് ശേഷം ആ ഒരു വ്യക്തിയായിട്ട് ഒരു കാര്യം ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇന്ന് എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞ ഞാൻ അതിലെ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അതിൽ കയറി എന്നുള്ള സത്യമാണ്. ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് പോകുന്നതാണ്. അവൻ തിരിച്ച് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ അപ്പം മാഡം അവൻ എൻ്റെ അവിടെ എത്തിയതിന് ശേഷം അവനറിയാം പോലീസോ PD അവിടെ ഫോളോ ചെയ്ത് വരുന്നുള്ളത്. അതുകൊണ്ടായിരിക്കും അവൻ എൻ്റെ അടുത്ത് ആ സാധനം ഫോളോ ചെയ്ത് വന്നതല്ല, ഞങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടി, കോള് കിട്ടി. ഓക്കെ, ആ കോള് തുടർന്നിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഓക്കെ, ആനെ വിളിച്ചു പറഞ്ഞൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, കോൺഫിഡൻഷ്യൽ. പക്ഷെ നിങ്ങൾ ചുമ്മാ വന്ന് ട്രേസ് ചെയ്ത് പിടിക്കല്ല, കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ എടുക്കുക. ഞങ്ങൾക്ക് ഒരു ഇൻഫോമർ പാസ് ചെയ്തു. അങ്ങനെയാണ് നിങ്ങളുടെ സ്ഥലത്തോട്ട് എത്തിയത്. സ്ഥലത്ത് എത്തിയപ്പോൾ നിങ്ങളെ 3 പേര് ഞങ്ങൾ കണ്ടായിരുന്നു. 3 പേര് ഞങ്ങൾ കുറച്ചു നേരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ 3 പേരുടെ കൂട്ടത്തിൽ സാറും അവിടെ കുറെ നേരമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വന്ന് 10-15 മിനിറ്റോളം നിങ്ങളെ വാച്ച് ചെയ്ത് അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളും ക്യാപ്ചർ ചെയ്തതിന് ശേഷമാണ് നിങ്ങളെ വന്ന് പിടിച്ചത്. ഓക്കെ, അതുകൂടാതെ രണ്ടാമത് സാർ എസ്കേപ്പ് ആയി. ആദ്യം സാർ എസ്കേപ്പ് ആയി, രണ്ടാമത് നമ്മൾ സസ്പെക്റ്റിനെ കൊണ്ട് വിളിപ്പിച്ചു. അപ്പൊ സാർ എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കാൻ വണ്ടി കൊണ്ട് വന്നു. സെക്കൻഡ് പ്രൂഫ് ഈ പറഞ്ഞ ഇത് ഇപ്പൊ അവര് എന്നെ ഒറ്റി തന്നു. അവരെങ്ങനെ എന്ത് പറഞ്ഞിട്ടാണ് അവർ ഒറ്റി തന്നത്? സാറിനെ കൂടി പിടിക്കാൻ പറഞ്ഞിട്ട് സാറിന്റെ പേര് പറഞ്ഞു. മാഡം അവര് പറഞ്ഞോ? സാറിന് ഇങ്ങനെ ഞാനാണ് ഐഡിയ പറഞ്ഞെടുത്തത്. ഇങ്ങനെ എസ്കേപ്പിന് നിങ്ങൾ എസ്കേപ്പ് ആയെന്ന് പറഞ്ഞിട്ട് കോൾ മാഡം അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല പ്രോസസ് ചെയ്തിട്ടില്ല മാഡം. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിൽ എനിക്കറിയില്ല. മാഡം ഞാനത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാഡം പ്രൊസീഡ് ചെയ്താൽ മതി. മാഡം പ്രൊസീഡ് ചെയ്താൽ മതി. ഡിസ്കൗണ്ട് കൊടുത്തേക്ക്. സെന്റൻസും ഫൈനും. സാറേ ഫൈൻ എത്ര പോയാ? മാഡം ഇയാൾ ഓടിയതല്ലേ, ഇയാൾക്ക് 25 കൊടുക്കണം. 10 കൊടുത്താൽ. എന്റെ പൊന്ന് സാറേ, ഇതിന് ചെയ്ത വള്ളി മുഴുവൻ അവന്മാരാന്ന്. ഞാൻ ഇതിൽ പെട്ടുപോയതാ. എനിക്ക് എന്തൊക്കെ കിട്ടി? എന്റെ അടുത്ത് ആകെ ബ്ലാക്ക് മണി,
ഓക്കെ ഒരു 8 മെത്തിന്റെ ഒരു സാധനം, എനിക്കറിയില്ല പ്രൊണൗൺസിയേഷൻ. ഗ്യാസ് മാസ്ക്, ഒരു പോർട്ടബിൾ മെറ്റ് ലാബ്. എന്റെ പൊന്ന് സാറേ, ഇത് വെടി വെച്ചവനും പൊട്ടിച്ചവനൊന്നുമില്ല, ഇതിപ്പോ നോക്കുന്നവനാന്നല്ല മൊത്തം വരുന്നത് തലേക്ക്. എന്തൊരു അവസ്ഥയാണ് 10% വെച്ച് കൊടുത്താൽ മതി മാഡം. എന്റെ സാറേ. പിന്നെ ഇൻഫോമറിന്റെ പേര് സിവിലിയനിൽ ആഡ് ചെയ്തോട്ടോ. അവന്മാർക്ക് ഓടാൻ പറ്റാത്തോണ്ടാന്ന്, ഞാൻ ഓടിയോണ്ട് അതെന്റെ എന്തൊരവസ്ഥ. ഇതിപ്പം വെടിവെച്ചോനും കണ്ട് ഇതിപ്പോ കണ്ടുന്നതിനൊക്കെ. മാഡം എനിക്കൊരു 25% തരും മാഡം. നമുക്ക് ആപ്പിൽ കാണിക്കുമല്ലോ ഇൻഫോമറിന്റെ പേര്, അപ്പൊ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. സർവീസ് ആപ്പിൽ കറക്റ്റ് പേരുണ്ട്. ഫസ്റ്റത്തെ കേസ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കേസാണ്, ഫൈനി ജയിലി കേസ്. ഇത് ഇനി വിട്ടൊരു കളിക്കുന്നില്ല. ഞാൻ പാവണ്ട. അഞ്ജന. ഓക്കെ, സാറിന് ഫൈൻ തരുവാണ്. ഓക്കെ, 10% ഡിസ്കൗണ്ട് അടിച്ചിട്ട് 10 ആക്കില്ല സാറേ എനിക്ക്. ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ സാറ് മാഡം 25 കൊടുത്തു, ഞാനൊന്ന് ഓടി എന്നുള്ളതിന്റെ പേരിൽ എനിക്ക് ജയിലിലോട്ട് അയക്കുവാണ് കേട്ടോ. ഓക്കെ, ഞാൻ ആ സാറിനോട് ഒരു കാര്യം പറയട്ടെ സാറേ. ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇല്ലീഗൽസും ഏറ്റവും കൂടുതൽ ഈ തെറ്റ് ചെയ്യുന്നവരുണ്ടാണ്. എന്തുകൊണ്ടറിയോ? ഇതുപോലത്തെ ഒരു നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നതാണ്. തെളിവുകൾ അവിടെ എവിടെ പോയാ മാഡം? അല്ലാ, ഫുഡൊക്കെ പോയാ? പൈസ പോയാ? ഇല്ലല്ലോ. താങ്ക് യു. അറസ്റ്റഡ് ഡെവിൻ. എടാ ഫോട്ടോ കിട്ടുമോ? ആ, ഇതിന്ന് എടുക്കാം. ഇതെന്താ ഞാനോടത് ഫിനിഷിങ്. അസ്സലാമലൈക്കും. ഇതൊക്കെ ഉണ്ട് മുത്ത. ഇതെന്താണത്? ഏത് ജോബാ വേണ്ടിയെന്നോ? അതെവിടെ കാണിക്കാ? ആ, 3 മാസം. നിനക്കെത്രണ്ട്? എനിക്കാ അല്ല, വെയിറ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. എന്തൊരുമിച്ച് ഇറങ്ങാന്ന്? നിനക്കെത്രണ്ട്? എനിക്കൊരു മാസം. നീ അവസാനം നീ ഓടിയില്ലേ? അല്ല, നമുക്ക് 3 മാസം. എന്തിനാണ് നാറി എന്നെ പെടുത്തിയത്? എടാ ബ്ലാക്ക്, നിനക്ക് എന്ത് സുഖാണ് നാറി തിരില്ലേ? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ജയില്. എടാ ഇനി ഞാനല്ല, നമ്മളിഞ്ഞ് ഫുള്ള് കുതിര കളിച്ചു വിടും. ഇതത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ മര്യാദക്കൊരു പരിപാടിയില്ല. ശരിയാക്കി തരാം. ഇത് ജോലിയുടെ എടാ നമുക്ക് തൊട്ടലിച്ചാലോ? അല്ലല്ല, ആരെ തൊടാനാ? അല്ലല്ല, ഞാനല്ല. എണ്ണണം. എടാ മറ്റവനൂടെ ബ്ലാക്കിയുടെ. എടാ ഇവനും പോയാ? 2 months. എടാ അവര് റിലീസായടാ. ഇനിയിപ്പോ എണ്ണാനും പറ്റല്ലത്. അത്തിക്കുത്ത. എടാ അവന്മാരെന്താടാ റിലീസായ?